ഹാവ് യു ഫിൽഡ് എ ബക്കറ്റ് ടുഡേ? കാൾ മക്ലൗഡ് എഴുതി ഡേവിഡ് മെസ്സിംഗ് ചിത്രീകരണം നിർവഹിച്ച ഒരു പുസ്തകം. അതാണ് ഹാവ് യു ഫിൽഡ് എ ബക്കറ്റ് ടുഡേ. സ്നേഹം, ദയ, സഹാനുഭൂതി ഇവയൊക്കെ കുറിച്ച് വളരെ ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. അദൃശ്യമായ ഒരു ബക്കറ്റ്, ഒരു ഇൻവിസിബിൾ ബക്കറ്റ് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ പ്രധാന ആശയം. ഈ പുസ്തകം പറയുന്നത് അദൃശ്യമായ ബക്കറ്റ്, ഇൻവിസിബിൾ ബക്കറ്റ് രണ്ട് തരമുണ്ട്. നിറഞ്ഞ ബക്കറ്റും ഒഴിഞ്ഞ ബക്കറ്റും. നിറഞ്ഞ ബക്കറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബക്കറ്റ് എപ്പോഴും നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തോന്നും. ഒഴിഞ്ഞ ബക്കറ്റ് എങ്ങനെയാ? ബക്കറ്റ് കാലിയായിരിക്കുമ്പോൾ നമുക്ക് സങ്കടവും ഏകാന്തതയും നിരാശയൊക്കെ ഉണ്ടാവും. ഈ പുസ്തകം പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ബക്കറ്റ് നിറയ്ക്കുന്നവർ, ബക്കറ്റ് ഫില്ലേഴ്സ്. മറ്റുള്ളവരോട് ദയ കാണിക്കുകയും അവരെ സഹായിക്കുകയും അവരോട് കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ഒരാളെ നോക്കി ചിരിക്കുകയും പുഞ്ചിരിക്കുകയും അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് അഭിനന്ദിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ബക്കറ്റ് നിറയ്ക്കുകയാണ്. ഒപ്പം എന്താ ഉണ്ടാവണേ? നമ്മൾ മറ്റൊരാളുടെ ബക്കറ്റ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മുടെ സ്വന്തം ബക്കറ്റും നിറയുന്നു, നമ്മുടെ മനസ്സും നിറയുന്നു. മറ്റൊരാൾക്ക് സന്തോഷം നൽകുന്നത് നമുക്കും സന്തോഷം നൽകും. ഇനി രണ്ടാമത്തെ കൂട്ടർ എന്താ? ബക്കറ്റ് ഡിപ്പേഴ്സ്. അതായത് മറ്റുള്ളവരെ പരിഹസിക്കുകയോ അവരോട് മോശമായിട്ട് പെരുമാറുകയോ അവരെ അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അത് മറ്റൊരാളുടെ ബക്കറ്റിലെ സന്തോഷം കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. മറ്റൊരാളുടെ സന്തോഷം കോരിയെടുക്കുക. മറ്റൊരാളുടെ ബക്കറ്റിൽ നിന്ന് സന്തോഷം കോരിയെടുക്കുന്നതിലൂടെ, അതായത് ബക്കറ്റ് ഡിപ്പിംഗ് ചെയ്യുന്നതിലൂടെ ഒരിക്കലും നമുക്ക് നമ്മുടെ സ്വന്തം ബക്കറ്റും നിറയ്ക്കാൻ സാധിക്കില്ല. ഓരോ ദിവസവും ഒരു ബക്കറ്റ് ഫില്ലർ ആവാനാണ് ഈ പുസ്തകം പ്രേരിപ്പിക്കുന്നത്. അതിനായിട്ട് ചില ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ബുക്ക്, പക്ഷെ ഇത് വലിയവർക്കും ഉപകാരപ്പെടും. തനിച്ചിരിക്കുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൂടുക, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലെ ഡ്രൈവറോട് ഹലോ പറയുക, മാതാപിതാക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുക, അതൊക്കെയാണ് പറയുന്നത്. ചുരുക്കത്തിൽ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ ലഭിക്കുന്നതാണെന്നും നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വേറൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അപ്പൊ എങ്ങനെയാ? ഇന്ന് നമ്മൾ ഒരാളുടെ ബക്കറ്റ് നിറക്കിയല്ലേ? നമ്മൾ സംസാരിക്കാൻ കാത്തിരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ അയാൾ സംസാരിച്ചിട്ട് നമ്മൾ സംസാരിക്കാന്ന് വിചാരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ എതിരെ വരുന്ന ഒരാള്, അവരോട് പുഞ്ചിരിക്കാൻ മറക്കാതിരിക്കുക. കുട്ടികൾക്കും സമ്മാനമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ്. ഇതിനകത്ത് ചിത്രങ്ങളും കൂടി അവർ ചേർത്തിട്ടുണ്ട്.